വാസുപ്രദീപിനെ തളർത്താനും തിരസ്കരിക്കാനും നാടകരംഗത്ത് തന്നെയുള്ള ചിലർ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കഴിവുള്ള ഈ കലാകാരന് ഒരാൾക്ക് മുന്നിലും തല താഴ്ത്തേണ്ടി വന്നിട്ടില്ല. പ്രേക്ഷക അംഗീകാരമായിരുന്നു ഏറ്റവും വലിയ മുതൽക്കൂട്ട്. വാസുപ്രദീപിന്റെ ശ്രദ്ധേയ നാടകങ്ങൾ പലതും ആകാശവാണിയിലൂടെയും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ട ശേഷമാണ് ശ്രീ കൊടുങ്ങല്ലൂരാണ് ധാരാളം വാസുമാരിവിടെ ഉണ്ട്. അതുകൊണ്ട് വാസു മാത്രമാക്കണ്ട, വാസുപ്രദീപ് എന്നാക്കിക്കോ, എന്നാൽ വേറെ അധികാരം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂരാണ് വാസുപ്രദീപ് ആക്കിയത്. എഴുത്തുകാരനായും അഭിനേതാവായും ഈ കലാകാരന് മേലങ്കികൾ പലതുണ്ടെങ്കിലും വാസുപ്രദീപ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ചിത്രകാരനായാണ്. ഏറ്റവും സ്നേഹിച്ചതും തന്നിലെ ചിത്രകാരനെയാണ്. ഈ വാർദ്ധക്യത്തിലും ഇദ്ദേഹത്തിന്റെ മാന്ത്രിക വിരലുകൾ അഴകുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കുന്നു. ചമയങ്ങളില്ലാതാകുമ്പോഴും ചായപ്പെട്ടി അടച്ചുവെക്കാൻ ഇഷ്ടമില്ല വാസുപ്രദീപിന്. 5-8 കൊല്ലം മുമ്പ് ടി വിയിൽ പറയണ്ടായി, കുറേ ചായം വാരി തേക്കലല്ല ആർട്ട്, വരയാണ്, അഴകുള്ള വര. ആ അഴകുള്ള വരയിലൂടെ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് അർത്ഥതലം വരും. ആ അർത്ഥതലമാണ് ശരിക്കുള്ള ആർട്ട് എന്ന്. വളരെ ശരിയാണ്. 100 ചില്ലാനം ചിത്രങ്ങൾ ഞാനൊരു 5 കൊല്ലം മുമ്പ് SK പൊറ്റക്കാട് ആർട്ട് ഗാലറിയിൽ സുജനപാലനോട് പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ നടത്തി. 100 ചില്ലാനം സ്കെച്ചസ് അതിലുണ്ട്, എക്സിബിറ്റ് ചെയ്തിരുന്നു. ഏത് കാലത്തും പ്രസക്തിയുള്ള കുറച്ച് നാടകങ്ങളാണ് വാസുപ്രദീപിന്റേതായ വലിയ സംഭാവന. അരങ്ങിൽ പുതുഭാവുകത്വം എഴുതിയ നാടകങ്ങളുടെ രചയിതാവിന് ഇന്നത്തെ നാടകങ്ങളുടെ അവസ്ഥയിൽ വിഷമം മാത്രമല്ല, കാലോചിതമായി നാടകം പരിഷ്കരിക്കപ്പെടാതെ പോകുന്നതിൽ അമർഷവുമുണ്ട്. നാടകത്തിൻ്റേതായ പല സ്വഭാവങ്ങളില്ലേ, അതൊന്നും സ്റ്റേജിൽ ആരും പാടുന്നില്ല. NP ചെല്ലപ്പൻ നായരൊക്കെ എഴുതിയ ആ പ്രഹസനമില്ലേ, അത് തന്നെയാണ് ഇന്നും. മാധവി ആ അച്ഛൻ വിളിച്ചോ? അച്ഛൻ വിളിച്ചിട്ടാണ് മോൾ വന്നിട്ട് ഇവിടുന്ന് ചോദിക്കുന്നത്, അച്ഛൻ വിളിച്ചോ നീ? എന്തിന്? എന്താ അച്ഛാ നീ ചോദിക്കേണ്ട കാര്യമുള്ളൂ. നമ്മളിപ്പോഴും പ്രേക്ഷകന് വേണ്ടിയിട്ട് പറയാണ്. പിന്നെ ഭാവങ്ങൾ, ആ കാര്യത്തിൽ ശാന്തയെടുത്തിനെ ഞാൻ സമ്മതിച്ചിട്ട്, ശാന്തയെടുത്തി കാണിക്കുന്ന ഭാവങ്ങൾ മലയാളത്തിൽ ഒരു നടിയും ആ ഭാവങ്ങളൊന്നും കാണിക്കാറില്ല. കാരണം അത്രയും മിടുക്കിയാണ് ശാന്തയെടുത്തി. പക്ഷേ ശാന്തയെടുത്തിക്ക് ഒരു നല്ല റോള് ഇന്ന് വരെ ഒരു സിനിമക്കാരനും കൊടുത്തിട്ടില്ല, MT അടക്കം. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അരങ്ങിന്റെ ഭാഗമായി പതിറ്റാണ്ടുകളോളം നിറഞ്ഞു നിന്ന ആളാണ് വാസുപ്രദീപ്. നാടകവേദിയിൽ ഇദ്ദേഹത്തോടൊപ്പം വളർന്നവരും ഇദ്ദേഹത്തിലൂടെ വളർന്നവരും ഏറെയുണ്ട്. ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുന്ന സൗഹൃദങ്ങൾ അത്രയധികമുണ്ടാകാത്ത ഒരിടമായാണ് ഇദ്ദേഹം നാടകവേദിയെ കാണുന്നത്. എങ്കിലും അപൂർവമായ ചില സൗഹൃദങ്ങളുടെ സ്മരണ ഇന്നും ഇദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ആരും ഈ സൗഹൃദത്തിലല്ല. ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാ. ഞാൻ ആരുടെയും പിന്നാലെ ആരുടെയും തോളത്ത് കൈവച്ച് ഞാൻ നടന്നിട്ടുമില്ല. നാടകമാണ്. കുഞ്ഞുണ്ണി മാഷ ഞാൻ സ്നേഹിക്കുന്നത് അദ്ദേഹം വാസുപ്രദീപിനല്ല, നാടകത്തെയാണ് സ്നേഹിച്ചത്. NN പിള്ളയെ ഞാൻ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. വാസു, നീ ഒരിക്കലും ഒരുത്തിനെയും അനുകരിക്കരുത്. നീ നിൻ്റെ മനസ്സിൽ തോന്നിയത് അതേമാതിരി പകർത്തുക. കലാകാരനായി അറിയപ്പെടുന്നതിന്റെ അഭിമാനം മാത്രമല്ല, കല നൽകിയ സൗഭാഗ്യങ്ങളിലും വാസുപ്രദീപ് സന്തോഷം അനുഭവിക്കുന്നുണ്ട്. കടുത്ത അഗ്നിപരീക്ഷണങ്ങളിലൂടെ കടന്നുവന്ന ഒരു കാലത്തിനിപ്പുറം ഈ കലാകാരന് പറയാൻ നേട്ടങ്ങൾ ഇന്നൊട്ടേറെയുണ്ട്. ചിത്രകാരന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ നാടകം എഴുതിയിട്ടുള്ളൂ, അഭിനയിച്ചിട്ടുള്ളൂ. ഈ ചിത്രമെഴുത്ത് വിട്ടിട്ടുള്ള ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് എന്തായി, ഈ എല്ലാ സിസ്റ്റേഴ്സിനെയും കല്യാണം കഴിച്ചയച്ചു. ഈ വീട് സ്വന്തമാക്കി. ഏട്ടനൊരു സ്വന്തം വീട് വേണമെന്ന് പറഞ്ഞു ഏട്ടനും വാങ്ങിക്കൊടുത്തൊരു വീട്. നന്മയെ ചെയ്തിട്ടുള്ളൂ, ഒരു കണക്ക് എഴുതി വെച്ചിട്ടില്ല.
അതാണ് ഏറ്റവും വലിയ സമാധാനം. ഇന്നലത്തെ കാലം ഒരുപാട് ഉപയോഗിച്ച ഈ ചിത്രകാരന് ഇന്ന് ആവശ്യക്കാർ കുറവാണ്. വാസുപ്രദീപിന്റെ പ്രതിഭയ്ക്ക് ഇക്കാലത്തും മങ്ങലേറ്റിട്ടില്ല. 37 വർഷം മുമ്പ് മാതൃഭൂമിയിൽ എൻ്റെ അക്ഷരങ്ങൾ അന്ന് ഞാൻ 130 അക്ഷരങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് മാതൃഭൂമി അച്ചടിക്കുന്നത്. പ്രദീപ് ബോൾഡ്, പ്രദീപ് കണ്ടൻസ്ഡ് ഒക്കെ പറഞ്ഞിട്ട് ലേഖനങ്ങൾ എഴുതാറുണ്ട്. മനോരമയിൽ എഴുതാറുണ്ട്, മാതൃഭൂമിയിൽ എഴുതാറുണ്ട്, കഥ എഴുതാറുണ്ട്. ഒരു കഥാസമാഹാരമുണ്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത്, ദൈവത്തിൻ്റെ ചിത്രം എന്ന് പറഞ്ഞിട്ട്. കമ്പ്യൂട്ടർ വന്നതിന് ശേഷം ഒരു ജോലിയില്ല, റീത്തിൻ്റെ മുകളിൽ പേരെഴുതാൻ പോലും വരില്ല ആരും. പക്ഷേ ഫോട്ടോ വരയ്ക്കാൻ കിട്ടും. ആ ഫോട്ടോ എൻ്റെ റൂമിൽ ചെന്ന് വരയ്ക്കാറില്ല, ഇവിടുന്ന് എന്നെ വരയ്ക്കും. ഇവിടെ വരച്ച് വെച്ച പല ഫോട്ടോ ഉണ്ട്. ഇന്നിപ്പം നാടകം ആകെ തളർന്നിരിക്കുകയാണ്, പുതിയ നാടകങ്ങളൊന്നും വരുന്നില്ല. അതേ സമയത്ത് പഴയ നാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് താനും. അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ പഴയ നാടകങ്ങൾ എടുത്തിട്ടാണ് മിക്കവാറും സ്റ്റേജ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ എൻ്റെ നാടകങ്ങളും ഉൾപ്പെടുത്താറുണ്ട്.